ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടൊരു ആയുർവേദിക് സോപ്പ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് ഒരു പിടി പനിക്കൂർക്കൾ, ഒരു പിടി തുളസി, പിന്നെ ഒരു കറ്റാർവാഴയാണ് കേട്ടോ. ഇതെല്ലാം നമുക്ക് വെള്ളം ചേർക്കാതെ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അങ്ങനെ അരച്ചെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഔട്ടോ കിട്ടുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു സോപ്പ് ബേസാണ്. ഇത് കുറച്ച് ഗ്രാമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇതേപോലെ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് നോക്കാം കേട്ടോ. ഇനി നമുക്ക് ഡബിൾ ബോയിൽ മെത്തേഡിൽ നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ സോപ്പ് ഉണ്ടാക്കുന്നത് ആ പാത്രം നന്നായിട്ട് ഓയിൽ തേച്ച് വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് സോപ്പ് പെട്ടെന്ന് എടുക്കാനായിട്ട് കിട്ടും. അങ്ങനെ നമ്മൾ ഡബിൾ ബോയ് ആയിട്ടുള്ള സോപ്പിൻ്റെ ബേസിലേക്ക് നമ്മൾ അരച്ച് വെച്ച ഇൻഗ്രീഡിയൻറ്റ് ചേർത്തു. പിന്നെ 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലും 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇത് നല്ല സോപ്പാണ് ഗൈസ്. ഇത് സ്കിന്നിനൊക്കെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. അപ്പം മസ്റ്റ് ട്രൈ ആണ് ഈ ഒരു സോപ്പ്. അങ്ങനെ നമ്മൾ എണ്ണ തേച്ച് വെച്ച പാത്രത്തേക്ക് നമ്മൾ സോപ്പിൻ്റെ ബേസ് ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ. നമ്മൾ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ചേർത്തുണ്ടാക്കിയ സോപ്പ് ബേസ് ഒഴിച്ച് കൊടുക്കുക. ഇതൊരു 2-3 ഡേയ്സിനുള്ളിൽ നന്നായിട്ട് കട്ടയായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് എനിക്കൊരു 2-3 ഡേയ്സ് കൊണ്ട് എനിക്ക് കട്ടയൊക്കെ കിട്ടി. അപ്പോൾ ഞാനിത് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ പ്ലേറ്റിലേക്ക് വരുമ്പോൾ നമുക്കിങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് റൗണ്ട് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. സോപ്പിൻ്റെ മോൾഡുള്ളവർക്കൊക്കെ ഈസി ആയിട്ട് സോപ്പിൻ്റെ മോൾഡിലൊക്കെ ഒഴിച്ച് ചെയ്യാം കേട്ടോ. അല്ലാത്തവർക്ക് പ്ലേറ്റിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇത് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഇനി മുറിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഇത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 വീക്സ് കഴിഞ്ഞിട്ടേ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുവരെ ഇത് ഇങ്ങനെ തന്നെ വെക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ മുറിച്ചിട്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഷേപ്പുള്ള ഒരു നല്ല സോപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.